ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, കൃത്യമായി പറഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തതിന് ശേഷം സുദീർഘമായ അദ്ദേഹത്തെ ഒരു വേദിയിൽ കാണുന്നത് ഇന്നാണ്. ആഗസ്റ്റ് 15 അദ്ദേഹം ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് 90 മിനിറ്റാണ്. സവിസ്തരം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കടന്നുപോയി. സാധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു രീതി 2014 മുതൽ നമ്മൾ കാണുന്നത്, അദ്ദേഹം ഈ ചെങ്കോട്ടയിൽ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന് സർക്കാർ നടപ്പാക്കുന്ന ഇല്ല നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടതാണ്. ഈ സ്വച്ഛ് ഭാരത് ആയാലും, ഒപ്പം തന്നെ ഈ ശൗചാലയമായാലും, വീട് നിർമ്മിക്കുന്ന, അങ്ങനെ അനവധി പദ്ധതികൾ അദ്ദേഹം നേരിട്ട് പറയുന്നത് ഈ ആഗസ്റ്റ് 15 നടക്കുന്ന സുദീർഘമായ പ്രസംഗത്തിലാണ്. ഇത്തവണ അദ്ദേഹം 90 മിനിറ്റ് നേരം സംസാരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഏതാണ്ട് 3 കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊരു കണ്ടിന്യൂറ്റി തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞ 5 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെ കർശനമായ നടപടികൾ എടുത്തേ മതിയാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അതിൻ്റെ നിയമം കർശനമാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടന്ന ഒരു ട്രെയിനി ഡോക്ടറുടെ മരണവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. എങ്കിൽ പോലും നിലവിൽ 2ാം മോദി മന്ത്രിസഭയുടെ കാലത്ത് ഭാരത് ന്യായ് സംവിധാനം, അതായത് നമ്മുടെ IPC എടുത്ത് കളഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ആ പുതിയ സംവിധാനത്തിനുള്ളിൽ ഈ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം, പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളോട് നടത്തുന്ന അതിക്രമം, ബലാത്സംഗവുമൊക്കെ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. 10 വർഷം വരെ തടവ്, അങ്ങനെ വലിയ രീതിയിൽ കഠിനമായ ശിക്ഷകളാണ് ഇപ്പോൾ നമ്മുടെ പുതിയ അമെൻമെൻറ്റിൽ, അതായത് പുതിയ നിയമ ഭേദഗതിയിലുള്ളത്. അപ്പോൾ അദ്ദേഹം അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ നടപ്പാക്കി കഴിഞ്ഞ പാസ്സാക്കിയ ഒരു നിയമമാണ്. അത് കർശനമായി നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നതാണ് അദ്ദേഹം പറഞ്ഞതിൽ അത് ഒരു പ്രധാന പോയിന്റ്. അതേതായാലും നമ്മൾ നടപ്പാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, കാരണം നിയമം വന്നിരിക്കുന്നതാണ്, അത് ഓരോ സംസ്ഥാനം നടപ്പാക്കണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു. അതായത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. ഇത് ഇലക്ഷന് മുൻപ് തന്നെ നാരീശക്തി എന്നുള്ളൊരു മുദ്രാവാക്യമാണ് BJP ഉയർത്തിയിരുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതിക്കെതിരെ പോരാടും. അത് 2014 മുതൽ തന്നെ ഒരു BJPയുടെ തന്നെ ഒരു ഇലക്ഷൻ സമയത്ത് അവരുടെ ഒരു വാഗ്ദാനമായിരുന്നു. ആ ഒരു കാര്യങ്ങളായിട്ട് നമുക്കറിയാം അനവധി സ്ഥലങ്ങളിൽ ഈ അഴിമതിക്കാർ മറ്റും ഒക്കെ എടുക്കുന്ന നടപടികളും മറ്റും. മൂന്നാമത് പറഞ്ഞത് ഭീകരർക്കെതിരെയുള്ള പോരാട്ടം എന്നാണ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഒരു മതേതര, അതായത് സെക്കുലർ സിവിൽ കോഡ് ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ ഈ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ്. അതായത് ഭരണഘടന പറയുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അധികം വൈകില്ല. കാരണം ഏക സിവിൽ കോഡ് എന്ന് നടപ്പാക്കുമെന്ന് ചോദിക്കുന്നവർക്ക് ഏതാണ്ട് ഉത്തരമായിരിക്കുന്നു. കാരണം ചെങ്കോട്ടയിൽ നടത്തുന്ന പ്രസംഗങ്ങൾ, എല്ലാ വർഷവും നടത്തുന്ന പ്രസംഗങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി പോകുന്നതും അല്ലെങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഏതായാലും ഏക സിവിൽ കോഡ് വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടായില്ല. അത് എപ്പോൾ വരുമെന്നൊരു ചോദ്യമാണെങ്കിൽ ഇനി അധികം വൈകേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം അത് ഇപ്പോൾ രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നു, നമുക്ക് ഒരു സെക്കുലർ, അതായത് മതത്തിനതീതമായിട്ടുള്ള ഏക സിവിൽ കോഡ്, അതായത് ഏക സിവിൽ കോഡ് തന്നെയാണ്. ഏക സിവിൽ കോഡ് വരുമ്പോൾ എല്ലാ പൗരന്മാരും ഒരുപോലെ കാണുന്ന ഒന്നാണ് ഏക സിവിൽ കോഡ്. അപ്പോൾ പിന്നെ അവിടെ മതത്തിന് വലിയ പ്രാധാന്യമില്ല. ഏതായാലും സെക്കുലർ സിവിൽ കോഡ് എന്ന് അദ്ദേഹം പറയുന്നത് ഏക സിവിൽ കോഡ് തന്നെയാണ്. അപ്പോൾ അത് ഏതാണ്ട് അടുത്ത സെഷനോട് കൂടി തന്നെ അത് വരും എന്ന് നമുക്ക് കരുതാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ രാജ്യത്തിനെതിരെ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവരെ നേരിടും എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ ഈ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഈ സോഷ്യൽ മീഡിയകൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ബില്ല് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2019 തന്നെ ആ ബില്ല് വരികയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഭേദഗതികൾ 73 ഭേദഗതികൾ വരുത്തുകയും ഇപ്പോഴതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കരട് പ്രസിദ്ധീകരിച്ചത് ഇപ്പോഴല്ല, കുറച്ചധികം നാളുകളായി. ഇപ്പോഴതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. കാരണം ഈ ഒരു നിശ്ചിത പരിധിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനൽസ്, എക്സ് പ്ലാറ്റ്ഫോംസ്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് ഒരു ലൈസൻസ്, ഒരു രജിസ്ട്രേഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ എടുക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ അദ്ദേഹം നമ്മളുടെ ബംഗ്ലാദേശിലെ ഭരണകൂടത്തോട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. അവർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞു.
ഏതായാലും ഇന്ന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, അതിൽ 2 എണ്ണമാണ് വളരെ ശ്രദ്ധേയമായത്. ഒന്ന് ഏകക സിവിൽ കോഡ്, മറ്റൊന്ന് ഈ രാജ്യം തകർക്കാനായിട്ട് അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നത്. അതായത് ഈ ബില്ലാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അടക്കം ഉള്ള ലക്ഷക്കണക്കിന് വരുന്ന മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കും, ശക്തമായ നടപടിയെടുക്കുമെന്നാണ്. മറ്റൊന്ന് ഏക സിവിൽ കോഡാണ്. ബാക്കിയുള്ളതെല്ലാം BJP സർക്കാർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഈ സ്ത്രീകൾക്കെതിരെയുള്ള കർശനമായ നടപടിയെടുക്കണമെന്ന് നിയമം ഓൾറെഡി കർശനമായ നിയമങ്ങളുണ്ട്, അതെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഏതായാലും പതിവ് തെറ്റിക്കാതെ മോദി ചെങ്കോട്ടയിലെത്തി 90 മിനിറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധേയമായത്. ഒന്ന് ഈ പറയുന്ന ഏക സിവിൽ കോഡും, മറ്റൊന്ന് ഈ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്ന ബില്ലും. ഇത് ന്യൂസിൻ്റെ നമ്മുടെ ഇന്നത്തെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.